സമയം രാവിലെ 9:30. എന്നും രാവിലെ ഈ സമയമാകുമ്പം എനിക്ക് ഒരു സ്റ്റാൻഡപ്പ് മീറ്റിംഗ് ഉണ്ട്. എൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഫുൾ ടൈം സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടാണ്. പക്ഷേ ഇന്നലെ രാത്രി കൂടുതൽ വർക്ക് ചെയ്തതുകൊണ്ടും പണിയെല്ലാം തീർത്ത് കൊടുത്തതുകൊണ്ടും എന്നോടിന്ന് ലീവ് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഒത്തിരി നാളായി വീഡിയോ ചെയ്തിട്ട്. ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇന്ന് ഡെലിവറി ജോബ് ചെയ്യാമെന്ന്. വെൽക്കം ടു യെറ്റ് അനദർ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. രാവിലെ കൈ കിട്ടി എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ പുറത്തിറങ്ങി. ഇന്ന് വേസ്റ്റ് പോകുന്ന ദിവസമാണ്, അതുകൊണ്ട് വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. അത് കഴിഞ്ഞ് നേരെ വണ്ടിയുടെ ചാർജൊക്കെ ഊരിയിട്ട് ഇനിയും വണ്ടിക്കകത്ത് കയറി നമുക്ക് നേരെ വിടാം. വണ്ടി 100% ചാർജായിട്ട് നമ്മൾ രാവിലെ റെഡിയാക്കി വെച്ചേക്കുക. അങ്ങനെ രാവിലത്തെ ആദ്യത്തെ കൈനീട്ടമായിട്ട് ഗ്രെക്സിന്ന് £6.59 ഒരു ഓർഡർ അടിച്ചു. നമുക്കിനി നേരെ അങ്ങോട്ട് പോയി കസ്റ്റമർക്ക് ഫുഡ് കൊടുക്കണം. ഇനി അങ്ങോട്ട് കുറച്ച് ഡെലിവറി കാഴ്ചകൾ കാണാം. അങ്ങനെ 2 ഡെലിവറി കഴിഞ്ഞപ്പം 12 മണി തൊട്ട് 1:30 വരെ ആമസോൺ മോറിസൺസിൻ്റെ 1.5 മണിക്കൂർ ഷിഫ്റ്റ് കിട്ടി. 29 പൗണ്ടാണ് അവർ ഓഫർ ചെയ്യുന്നത്. എനിക്കും എൻ്റെ ഫ്രണ്ട് മോസസിനും 12 മണി തൊട്ട് 1:30 വരെ ഷിഫ്റ്റ് ഉണ്ട്. 12 മണിക്ക് കയറിയാൽ മതി. നേരത്തെ എത്തിയത് കൊണ്ട് ഞങ്ങൾ കാറിനകത്ത് ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ പഴയ പോലെയല്ല, ഷിഫ്റ്റൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇന്ന് വൈകിട്ടത്തേനുള്ള ഷിഫ്റ്റ് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി രണ്ടുപേരും ആപ്പ് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 12 മണിയായപ്പോൾ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമായി. ഞങ്ങൾ രണ്ടുപേരും ആപ്പിനകത്ത് ചെക്ക് ഇൻ ചെയ്തു. ഇനിയും ഷിഫ്റ്റ് നമ്മുടെ ഫോണിലോട്ട് ഓട്ടോമാറ്റിക്കലി അടിക്കും. ചില ദിവസങ്ങളിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊന്നും അടിക്കത്തില്ല. നമുക്ക് ആ പൈസ ഫ്രീ ആയിട്ട് കിട്ടും, നമുക്ക് വീട്ടിൽ പോകാം. പക്ഷേ മാസത്തിൽ 1-2 ദിവസമൊക്കെ മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ. സോ രണ്ടുപേരും ഭാഗ്യം പരീക്ഷിച്ച് പുറത്തിരിക്കുകയാണ്. അങ്ങനെ മോശക്കടിച്ചു, എനിക്കൊന്നും അടിച്ചില്ല. ഇനിയും കുറ്റം മുഴുവൻ എൻ്റെ തലക്കിട്ടുകൊണ്ട് അവൻ പാഴ്സൽ എടുക്കാൻ പോയി. പിന്നെ എനിക്കൊന്നും അടിക്കാത്തതുകൊണ്ട് ഞാനും ട്രോളി എടുത്ത് അവനെ ഹെൽപ്പ് ചെയ്യാൻ പോയി. കാരണം 2 ട്രോളി നിറച്ച് പാഴ്സലാണ് കൊണ്ട് കൊടുക്കേണ്ടത്, പാവം. അങ്ങനെ പാഴ്സൽ എടുക്കാൻ അകത്ത് ചെന്നു. വേറെ ഏതോ ഡ്രൈവർ കൊണ്ടുപോയ പാഴ്സൽ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ കുറ്റം പറച്ചിലാണ് അവിടുത്തെ സ്റ്റാഫ്. ഇനിയും അവരതെല്ലാം തിരിച്ച് റാക്കിൽ തിരിച്ചെടുത്ത് വെക്കണം. അവർക്ക് മെനക്കെടാൻ വയ്യ, ഇന്നത്തെ ദിവസം അവരുടെ പോയി എന്നാണ് അവർ നമ്മളോട് ഇംഗ്ലീഷിൽ പറയുന്നത്. അതേസമയം കൊണ്ടുപോയ വേറൊരു 9 പാഴ്സൽ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാൻ നിൽക്കുകയാണ് നമ്മുടെ ആശാൻ ജുബീഷ് ചാൻ. ഈ കാര്യം അവരോടെങ്ങനെ ഇനിയും പറയും എന്ന് പെട്ട് നിൽക്കുകയാണ് ആശാൻ. അങ്ങനെ ജുബീഷ് ചാനോട് കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിന്ന് നമുക്ക് നേരെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാഞ്ഞുകൊണ്ട് തന്നെ നേരെ മോറിസൺസിൽ നിന്ന് ഒരു സലാഡിൻ്റെ മീൽ ഡീൽ മേടിച്ച് അവിടെ ഇരുന്ന് തന്നെ ഞാൻ കഴിച്ചു. ഇനിയും നമുക്ക് നേരെ ഫുഡ് ഡെലിവറി കുറച്ചു നേരം ചെയ്യാം. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ 3D പ്രിൻറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ഞാൻ കാറിനകത്ത് ബിന്നായിട്ട് യൂസ് ചെയ്യുന്ന 3D പ്രിൻറ്റ്. ഇങ്ങനെയുള്ള ടെക്നോളജിയെ പറ്റിയൊക്കെ സ്വപ്നം കണ്ട് ജീവിച്ച കാലം പണ്ടുണ്ടായിരുന്നു. ഇന്ന് വീണ് കിട്ടിയ ഒരു അവധി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ധൃതിയൊന്നും പിടിച്ച് ഡെലിവറി ചെയ്യുന്നില്ല. വളരെ പെതുക്കെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഞാൻ ഇന്നത്തെ ദിവസം മുന്നോട്ട് നീക്കിയത്. അങ്ങനെ ഡെലിവറിയൊക്കെ നിർത്തി ഒരു ഉച്ചയ്ക്ക് 2 മണിയായപ്പം ATM കയറി 20 കൊണ്ട് ക്യാഷ് എടുത്ത് നേരെ മുടി വെട്ടാൻ പോകാം. അങ്ങനെ പതിവ് പോലെ മുടി വെട്ടി കോളമാക്കിയിട്ടുണ്ട്. കൊള്ളാം. മുടി വെട്ടിയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. ഉച്ചയല്ലേ, കുറച്ച് നേരം വിശ്രമിക്കണം. വെറുതെ ഇരിക്കുമ്പം ഞാൻ കളിക്കുന്ന ഗെയിമാണ് FIFA 24. PlayStation 4-ലാണ് കളിക്കുന്നത്. ആർക്കെങ്കിലും കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ID മെസ്സേജ് ഇടായോ, നമുക്ക് സമയമുള്ളപ്പം കളിക്കാം. അങ്ങനെ കളിയുടെ ഇടയ്ക്ക് വൈകിട്ട് 6 മണി തൊട്ട് 9:30 വരെ ആമസോൺ ഫ്ലെക്സിൻ്റെ 72 പൗണ്ടിൻ്റെ ഷിഫ്റ്റ് കിട്ടി. അതുകൊണ്ട് കളിച്ച് കഴിഞ്ഞ് നേരെ ഞാൻ കുറച്ച് നേരം ഉറങ്ങാൻ കയറി. 5:15 അലാറം വെച്ചു. 6 മണിക്ക് ഷിഫ്റ്റുണ്ട്. അങ്ങനെ സമയം 5:45. നമുക്ക് എണ്ണീറ്റ് വൈകിട്ടത്തെ ആമസോണിൻ്റെ പാഴ്സൽ ഡെലിവറിക്ക് പോകാം. ഇനിയാണ് ശരിക്കുമുള്ള കഷ്ടപ്പാട്. ഇത്ര നേരം രാവിലെ ജോലി ചെയ്ത പോലെയല്ല. വൈകിട്ടത്തെ പാഴ്സൽ ഡെലിവറി കുറച്ച് കഷ്ടപ്പാടാണ്. നമുക്കിന്ന് 32 വീട്ടിൽ കൊടുക്കാനുണ്ട്. വെയിൽസിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും ബോർഡറിലായിട്ടുള്ള ചെപ്സ്റ്റോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് പോകേണ്ടത്. ഇനി അങ്ങോട്ട് രാത്രിയിലെ കുറച്ച് ആമസോൺ ഡെലിവറി കാഴ്ചകൾ കാണാം. രാത്രി 8:30 ആയപ്പോഴത്തേന് തന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ഇന്ന് മൊത്തം കാർഡ് മാത്രമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തീർത്തു. ഇനി നേരെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് ഞാൻ പോയി. ഇന്ന് രാത്രി അവിടെ നിന്നാണ് ഫുഡ്.
വൈഫും പിള്ളേരും നാട്ടിലായതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും ഞാൻ രാത്രി ഫുഡ് കഴിക്കാൻ ഇവിടെ വരും. കൂട്ടാൻ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ചോറ്, തോരന്, മത്തിക്കറി, ചമ്മന്തിപ്പൊടി, പിന്നെ ഉപ്പിലിട്ട നല്ല അച്ചാർ. ഇത്രയൊക്കെ പോരെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചേച്ചിയോടും ടാറ്റ പറഞ്ഞ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം ഇന്ന് എത്ര രൂപ ഏൺ ചെയ്തെന്ന് നോക്കാം. ജസ്റ്റ് ഈറ്റ്സ് ആപ്പിൽ നിന്ന് ഒരു 27 പൗണ്ടും ഊബറിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 9 പൗണ്ടും രാവിലത്തെ ആമസോൺ ഒരു 30 പൗണ്ടും വൈകിട്ടത്തെ ആമസോൺ ഒരു 72 പൗണ്ടും അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 137 പൗണ്ട് ഇന്ന് ഏൺ ചെയ്യാൻ പറ്റി. ഇത് ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു സ്മോൾ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ആൻഡ് കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.